ഗുരുവായൂർ അരിയന്നൂരിലെ ഡോക്ടറുടെ വീട്ടിൽ നിന്ന് 10 പവൻ മോഷ്ടിച്ച സംഭവത്തിൽ കള്ളന്റെ മാപ്പപേക്ഷയുടെ പകർപ്പ് പുറത്ത്. സ്വബോധത്തിൽ ചെയ്തതല്ലെന്നും മാപ്പ് തരണമെന്നും കത്തിൽ. സാരംഗ് PS വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സാരംഗ്, കഴിഞ്ഞ ദിവസം തന്നെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് ഈ മാപ്പപേക്ഷയുമായി കള്ളൻ രംഗത്തെത്തിയത്. മോഷ്ടിച്ച 10 പവനിൽ 8 പവൻ തിരികെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ മാപ്പപേക്ഷയുടെ പകർപ്പ് പുറത്തു വന്നിരിക്കുകയാണ്. എന്താണ് ഇതിൽ പറയുന്നത്? ആര്യ, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഗുരുവായൂർ അരിയന്നൂരിൽ ഇത്തരത്തിലൊരു വൻ മോഷണം നടക്കുന്നത്. അവിടെ സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടറായ അബൂബക്കർ മുഹമ്മദ് റാഫി എന്ന ആളുടെ വീട്ടിലാണ് വൻ മോഷണം നടന്നത്. 10 പവൻ സ്വർണം ഈ മോഷ്ടാവ് കൊണ്ടുപോയി എന്നുള്ളതാണ്. രാത്രി ഈ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് കടന്ന് കയറി ഈ അളമാര ഉൾപ്പെടെ കുത്തി തുറന്നാണ് ഇത്തരത്തിൽ സ്വർണം അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചത്. ഏതാണ്ട് 11 ലക്ഷത്തോളം വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടെന്നാണ് വിലയിരുത്തൽ. അതിനുശേഷം കള്ളന്റെ മുഖമടങ്ങുന്ന CCTV ദൃശ്യങ്ങൾ വ്യക്തമായിട്ട് അവിടുത്തെ CCTV ക്യാമറകളിൽ പതിഞ്ഞിരുന്നു. അതടക്കം സാമൂഹ്യ മാധ്യമങ്ങളിലും അടക്കം പ്രചരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന് കൃത്യമായിട്ടുള്ള ഒരു തെളിവോട് കൂടിയിട്ടുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിവരങ്ങളൊക്കെ തന്നെയും പുറത്തറിഞ്ഞ സാഹചര്യത്തിലായിരിക്കണം കള്ളൻ ആകെ പെട്ടുപോയി. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം കള്ളൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10 പവൻ സ്വർണത്തിൽ 8 പവനോളം സ്വർണം ഈ മോഷണം പോയ വീടിന്റെ പുറകിൽ ഉപേക്ഷിച്ചിട്ട് പോയി. ഒരു പൊതിയിലാണ് ഇത്തരത്തിൽ സ്വർണ്ണാഭരണങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയത്. ഈ പൊതിയിൽ കള്ളന്റെ ഒരു മറുപടി അല്ലെങ്കിൽ ഒരു ന്യായീകരണ കത്ത് കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കള്ളൻ പറയുന്നത് ഇങ്ങനെയാണ്: സ്വബോധത്തിൽ ചെയ്തതല്ല, അറിയാതെ പറ്റിപ്പോയതാണ്. 10 പവൻ സ്വർണം ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ 2 പവൻ താൻ വിറ്റെന്നും ബാക്കി വരുന്ന 8 പവൻ കൃത്യമായിട്ട് ഈ പൊതിയിൽ ഉണ്ടെന്നും മാപ്പാക്കണമെന്നും കേസുമായി മുന്നോട്ട് പോകരുതെന്നുമായിരുന്നു കള്ളന്റെ രസകരമായിട്ടുള്ള ഒരു കുറിപ്പ്. എന്തായാലും സംഭവത്തിൽ പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണമാണ് നടത്തുന്നത്. ഈ 8 പവനോളം കൊണ്ടുവച്ചെങ്കിലും 2 പവൻ കള്ളൻ വിറ്റു എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള വിഷയം തന്നെയാണ്. എങ്കിലും നിലവിൽ ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുകയാണ്. കള്ളൻ കൊണ്ടുവച്ച ഈ പൊതിയിൽ കൊണ്ടുവച്ച പകർപ്പ് അല്ലെങ്കിൽ കത്തിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ആ കത്തിലാണ് ഇത്തരത്തിൽ പറയുന്നത്: അബദ്ധം പറ്റിയതാണ്, സ്വബോധത്തിൽ ചെയ്തതല്ല, മാപ്പാക്കണമെന്നും കേസുമായി മുന്നോട്ട് പോകരുതെന്നുമാണ് കള്ളൻ പറയുന്നത്. പക്ഷെ ഇപ്പോഴും ആ 2 പവൻ സ്വർണം കള്ളൻ തിരിച്ചെത്തിച്ചിട്ടില്ല. 8 പവൻ മാത്രമാണ് തിരിച്ചെത്തിച്ചിട്ടുള്ളത്. എന്തായാലും വീട്ടിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുകയാണ്. ഉടൻ തന്നെ കള്ളൻ പോലീസിന്റെ വലയിൽ പെടും എന്ന് തന്നെയാണ് പോലീസും അതോടൊപ്പം തന്നെ ഈ കുടുംബാംഗങ്ങളും അറിയിച്ചിട്ടുള്ളത്. ആര്യ, ശരി, സാരംഗാണ് വിവരങ്ങൾ നൽകിയത്.